നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് ഒരു മനോഹരമായിട്ടുള്ള വീട് നമുക്ക് സ്വന്തമായിട്ട് വെക്കുക എന്നുള്ളത്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വീടും ആ വീട്ടില് സുഖവും സന്തോഷവുമായിട്ട് ഫാമിലിയോടൊത്ത് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും വീട് വെക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങള്, ഒരുപാട് ആഗ്രഹങ്ങള്, അതിലേക്ക് വേണ്ടി നമ്മുടെ വലിയ വലിയ ചിന്തകള്, ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതിന്റെ ഫൈനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? എപ്പോഴാണ് നമ്മൾ വീട് വെക്കേണ്ടത്? ഏത് രീതിയിലാണ് നമ്മൾ വീട് വെക്കേണ്ടത്? ഇത്തരം ആശങ്കകള് ഒരു 90% വ്യക്തികളിലും ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. പലപ്പോഴും വലിയൊരു വിഭാഗം വ്യക്തികൾ ലോൺ എടുത്തുകൊണ്ടാണ് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോണാണ് നമ്മളുടെ വരുമാനത്തെക്കാൾ കൂടുതൽ എക്സ്പെൻസ് ആയിട്ടാണ് പലരും കണ്ടുവരാറ്. അതായത് വരുമാനം എന്തോ അതിന്റെ ഒരു 20% താഴെ മാത്രമേ ഒരു വീട് വെക്കുന്ന സമയത്ത് അതിന്റെ ലോണിലേക്കായിട്ട് മാറ്റിവെക്കാൻ ഞാൻ പറയാറുള്ളൂ. അത് 10ൽ കുറയ്ക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലതെന്നാണ് പറയാറ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മനോഹരമായിട്ടുള്ള നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ വീട് ഉപേക്ഷിച്ച് പോകേണ്ട ഘട്ടത്തിലേക്ക് പല കുടുംബങ്ങളും പല വ്യക്തികളും നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നുണ്ട്. ഒരു വ്യക്തിയുടെ വരുമാനം അത് എത്ര തന്നെ ആവട്ടെ, അതിന്റെ ഒരു 40 മുതൽ 50% വരെ നമ്മുടെ വീട്ടു ചെലവുകൾക്കായിട്ട് മാത്രം നമ്മൾ കണ്ടെത്തണം. മാത്രമല്ല, അങ്ങനെ വരുന്ന സമയത്ത് ബാക്കി വരുന്ന 60%, അതിൽ 20% ഇതുപോലെ ഹൗസിംഗ് ലോണ്, മറ്റു ലോണുകൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ അദ്ദേഹത്തിന് മാറ്റിവെക്കാൻ സാധിക്കും. 40, 20, 60% കഴിഞ്ഞു. ബാക്കി 10% അദ്ദേഹത്തിന്റെ ഇന്ന് നിലവിലുള്ളതും ഭാവിയിൽ വരാവുന്നതുമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കണം. 10% ഗ്യാരണ്ടീഡ് ആയിട്ട് നമ്മൾ സേവിങ്സിന് വേണ്ടി മാറ്റിവെക്കണം. 80%. ബാക്കി 10% റെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ അതിനു വേണ്ടി മാറ്റിവെക്കുക. ബാക്കി വരുന്ന 10% മാത്രമാണ് നമ്മൾ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് സാധാരണ ഒരു ഇടത്തരം വ്യക്തികളെല്ലാം ചെയ്യുന്ന ഒരു ബജറ്റ് എന്ന് പറയുന്നത്. അവിടെ ഞാൻ എടുത്തു പറയാൻ കാരണം, പല വ്യക്തികളും വീട് വെക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ ആവശ്യത്തിന് ഫണ്ടുള്ള സമയത്തല്ല. അങ്ങനെ വരുമ്പോഴുള്ള ദോഷങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ എവിടുന്നെല്ലാമാണോ നമുക്ക് ലോണ് കിട്ടുക അതെല്ലാം വാങ്ങിക്കൂട്ടും. നമ്മുടെ വരുമാനം, ഉദാഹരണം പറയുകയാണെങ്കിൽ 30,000 രൂപ വരുമാനമുള്ള വ്യക്തികളെ 20,000 രൂപ മാസം മാസം നമ്മൾ ലോൺ അടക്കേണ്ടതിലേക്ക് മാറും. കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ മറ്റ് ചെലവുകൾക്ക് വേണ്ടി പണം കണ്ടെത്താൻ സാധിക്കാതെ കടങ്ങളും മറ്റും പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതി വരും. അങ്ങനെ കുറച്ചു കാലം കൂടി മുന്നോട്ട് പോകുമ്പോൾ മിക്കവാറും ഹൗസിംഗ് ലോണിന്റെ അടവ് മുടങ്ങിപ്പോകും. അങ്ങനെ മുടങ്ങുന്ന സമയത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുമ്പോൾ ആ സ്വപ്നം കണ്ട വീട് നമ്മൾ വിറ്റ് വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ മാറേണ്ടി വരും. അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഒരാൾ എപ്പോഴാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു വീട് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥിര വരുമാനം ഉള്ള വ്യക്തിയാണ്, ഒരു സർക്കാർ ജോലിയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി ഏറ്റവും അടുത്ത 1-2 വർഷങ്ങൾ കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് വീട് ആവശ്യമാണെങ്കിൽ വെക്കാം.
പക്ഷെ അവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ജോലി പോലുള്ള കാര്യങ്ങൾ മിക്കവാറും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ലൈഫിൽ മൊത്തം ഇടയ്ക്കിടയ്ക്ക് 3 വർഷം കൂടുമ്പോൾ പല ഭാഗങ്ങളിലേക്കും ട്രാൻസ്ഫർ ആയിട്ട് പോകേണ്ട സ്ഥിതി വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എല്ലാ ദിവസവും അദ്ദേഹത്തിന് വീട്ടിലെത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഏകദേശം റിട്ടയർമെന്റ് ആകുന്ന സമയത്തേക്ക് വെക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ വീട് നിർമ്മിച്ചു, അതിൽ നമുക്ക് താമസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വെറുതെ നമുക്കത് കുറെ പാഴാക്കി കളയാന്ന് മാത്രം. അപ്പോൾ അതിലും നല്ലത് നമുക്ക് സ്ഥിരമായിട്ട് പോയി വരാൻ പറ്റുന്ന ദൂരത്തുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിലെ വീട് വെക്കുന്നത് നല്ലതാണ്. കാരണം അവിടെ ഇ എം ഐ ആയിട്ട് പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ റിട്ടയർഡ് ആകുമ്പോഴേക്കും അതിന്റെ ബാധ്യതകളെല്ലാം വീടുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല അവിടെ നമുക്ക് ടാക്സ് ബെനിഫിറ്റും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതേ സ്ഥാനത്ത് നിങ്ങളൊരു റെഗുലർ വരുമാനം ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ വീട് നിർമ്മിക്കുന്നതിന്റെ ഒരു 50-70% പണമെങ്കിലും നമ്മളെ കൈവശമുള്ള സമയത്ത് ബാക്കി വരുന്ന എമൗണ്ട് മാത്രം നമ്മൾ ലോണായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് അത് വേണ്ട രീതിയിൽ മെയിൻ്റനൻസ് ചെയ്ത് പോകാൻ സാധിക്കാത്തതിന്റെ പേരിൽ നമ്മൾ ആ വീട് ഉപേക്ഷിക്കേണ്ടതായിട്ട് മാറും. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റും. ഇനി നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ഓരോ ഹൗസിംഗ് ലോൺ നൽകുന്ന സ്ഥാപനത്തിന്റെ ഇൻട്രസ്റ്റ് റേറ്റുകൾ, അവിടെ വരുന്ന കാണാ ചെലവുകൾ, അതെല്ലാം എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഫണ്ട് അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ചടക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ ഉറപ്പ് വരുത്തിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അതോടൊപ്പം ആ വീടിന് എത്ര ലക്ഷം രൂപയാണോ ലോൺ എടുത്തിട്ടുള്ളത് ആ ലോണിന് തുല്യമായിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് ആ ലോൺ എടുത്തിട്ടുള്ള വ്യക്തിയുടെ പേരിൽ നമ്മൾ എടുക്കുക. ഒപ്പം തന്നെ ആ ബിൽഡിങ്ങിന് ഒരു ഇൻഷുറൻസും കൂടെ എടുത്തു വെക്കുക. കാരണം നമ്മുടെ നാട് പ്രളയം അതുപോലെ തന്നെ മറ്റേ പലതരത്തിലുള്ള ആ പ്രകൃതി ദുരന്തങ്ങൾ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അത് ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ വീടിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു വലിയ നഷ്ടം ഉണ്ടാക്കും. ആ നഷ്ടത്തെ നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു ഇൻഷുറൻസ് കൂടി എടുത്തു വെക്കുക. അതുപോലെ തന്നെ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ആ ഒരു ബാധ്യത കൂടുതലായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അദ്ദേഹത്തിന് ഈ വീടിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള കടത്തിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാം. അത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ടേം ഇൻഷുറൻസ് മാത്രമായിട്ട് എടുത്തു വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ സേവിങ്സ് കൂടെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്കത് റിട്ടയർമെന്റ് ഫണ്ടോ ബാക്കി കാര്യങ്ങളോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മക്കളുടെ വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ തിരിച്ചടയ്ക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വരുമാനം ഉള്ള സമയത്ത് മാത്രം നമ്മൾ ലോൺ എടുക്കാൻ തയ്യാറാവുക. 2, നമ്മളുടെ വരുമാനത്തിന്റെ 20% താഴെ മാത്രം ലോണും അതിന്റെ ഇൻട്രസ്റ്റും കൂടെ ഒരു മാസം വരുന്ന രീതിയിലേക്ക് ആണെങ്കിൽ മാത്രം നമ്മൾ എടുക്കുക. 3, കൃത്യമായിട്ട് അതിന്റെ തിരിച്ചടവുകൾ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. 4, ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ബൾക്ക് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാലും അടയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ള രീതിയിൽ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം നമ്മൾ ലോൺ എമൗണ്ട് എടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ഒരു വീട് വെച്ചിട്ട് നാളെ അതിന്ന് കണ്ണീരോടുകൂടി ഇറങ്ങി പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത രീതിയിൽ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്താണ് നമുക്ക് ആ വീട് പൂർണ്ണമായിട്ടും നമ്മളുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ വീട് വെക്കുമ്പോൾ എപ്പോഴും അവനവന്റെ വരുമാനത്തിൽ നിന്നുകൊണ്ടല്ല വീട് വെക്കാൻ ശ്രദ്ധിക്കുന്നത്. പകരം അയൽവക്കക്കാരന്റെ വീടിനേക്കാൾ കുറച്ചുകൂടെ വലിയ വീട്, കുറച്ചുകൂടെ സൗകര്യങ്ങളുള്ള വീട്, കുറച്ചുകൂടെ പോളിഷ് ആയിട്ടുള്ള വീട് ആണ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ അയൽവക്കക്കാരന്റെ വീടിനേക്കാൾ ഭംഗിയുള്ള വീടായിട്ട് മാറും. പക്ഷെ നമ്മളുടെ സന്തോഷവും സമാധാനവും അവിടെ നഷ്ടപ്പെടുന്ന രീതികളാണ് കാണുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ വരുമാനം എന്താണോ അതിനെ കണക്കാക്കിയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ
വീട് വെക്കാൻ നമ്മൾ തയ്യാറാവേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പറഞ്ഞു തരാൻ കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തികളെ നമ്മൾ ആദ്യം തന്നെ സമീപിച്ച് അവരിൽ നിന്നും വിദഗ്ധമായിട്ടുള്ള ഉപദേശങ്ങൾ നമ്മൾ വാങ്ങിയതിനു ശേഷം മാത്രം കൃത്യമായിട്ടുള്ള പ്ലാനും പദ്ധതിയോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ലൈഫിലെ ഏറ്റവും നല്ല സ്വപ്നമായിട്ടുള്ള വീട് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും അതിനുവേണ്ടി സാധിക്കട്ടെ എന്നുള്ളതും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ടുള്ള അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.